ഇന്നസെൻ്റേൻ്റെ എന്താ പറയുക, ആ പേരറിഞ്ഞിട്ട പോലെ എല്ലാവർക്കും അറിയാം ഇന്നസെൻ്റേൻ്റെ കഥകൾ, വർത്തമാനം. ഇന്നസെൻ്റേൻ്റെ മുഖം തന്നെ കണ്ടാൽ മതി. ആ പരിപാടിക്ക് തന്നെ ഒരു പ്രത്യേക നിലവിളക്കിൻ്റെ ആവശ്യമില്ല. ഇന്നസെൻ്റേട്ടൻ വന്ന് വെറുതെ നിന്നാൽ മതി. റിമിയുടെ ഒരു ആഗ്രഹം കന്നാസും കടലാസും ഇവിടെ ഒരുമിച്ച് കൈരളി TV കാരണം എത്തിയത് കൊണ്ടും റിമി എന്ന ഗായിക നമ്മളുടെ കൂടെ ഇവിടെ ഉള്ളത് കൊണ്ടും ഡെഡിക്കേറ്റഡ് റിമി ടു യുവർ ഫേവറേറ്റ് ആക്ടേഴ്സ്. പാൽനിലാവിനും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരിൽ. ഇന്നസെൻ്റേട്ടാ ഒന്ന് ജഗദീശേട്ടൻ്റെ കൈ പിടിക്കാമോ? മണ്ണിനു മരങ്ങൾ ഭാരം. എല്ലാവർക്കും നല്ല വെൽക്കം കൊടുക്കണം നമുക്ക് ജഗദീശൻ. മണ്ണിനു മരങ്ങൾ ഭാരം, ഭാരത്തിൻ ചില്ലയോ ഭാരം, ചില്ലയ്ക്കൊരു ഭാരം, പാൽനിലാവിനും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ. ജഗദീശേട്ടൻ, ഈ മൗനം ഞങ്ങൾക്ക് വേണ്ട. ജഗദീശേട്ടൻ ഞങ്ങൾക്ക് തിരിച്ചു വരണം. ഉടനെ തന്നെ വരും. ഞങ്ങളുടെ എല്ലാവരുടെയും പടച്ചോൻ സഹായിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ജഗദീശേട്ടൻ്റെ കൂടെ ഉണ്ട്, ഫാമിലിയുടെ കൂടെ ഉണ്ട്. ഇവിടെ വന്നതിൽ സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഒരു സ്നേഹം കന്നാസിനും കടലാസിനും നമുക്ക് കൈയടിയോടെ കാഴ്ചവെക്കാം. ഐ നോ ഇറ്റ്സ് എൻ ഇമോഷണൽ മൊമെന്റ്, ഐ നോ ഇറ്റ് ഈസ് നമ്മൾക്ക് എല്ലാവർക്കും. ബട്ട് യു നോ വാട്ട്, മലയാളം സിനിമ ഇത്രയും ശക്തമായി ഇത്രയും നാൾ നിലനിൽക്കാൻ കാരണമുള്ള 2 ആൾക്കാരാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. 3 പേർ ഇപ്പോൾ അതിൻ്റെ യുവതലമുറ തൊട്ടപ്പുറത്തും. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചത് കാരണം കൈരളി TVയുടെ ഇശൽ ലേല എന്ന ഈ പരിപാടി തന്നെയാണ്. വി ആർ സോ ഹാപ്പി. ഇൻഫാക്ട് ഇവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു റെഫറൻസും ഒക്കെ എനിക്ക് കാണാം. ആൻഡ് താങ്ക് യു ബ്രിട്ട സർ, താങ്ക് യു മമ്മുക്ക ഫോർ ഡൂയിങ് ദിസ് ഫോർ ഓൾ ഓഫ് അസ്. ഇനി അടുത്ത നിങ്ങളെയൊക്കെ കുറച്ച് ഹാപ്പി ആക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് ഹീസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് എൻ്റർടൈനേഴ്സ്. ഏതൊരു സ്റ്റേജ് ഷോയിലാണെങ്കിലും ഇദ്ദേഹം ഇല്ലാതെ ഒരു കംപ്ലീഷൻ ഇല്ല. ഐ റിയലി ഫീൽ ദാറ്റ് സ്റ്റേജിൽ വരുമ്പോൾ തന്നെ ഹി ലൈറ്റ്സ് അപ്പ് ദ സ്റ്റേജ് ആൻഡ് ലൈറ്റ്സ് അപ്പ് ദി ഓഡിയൻസ്. ഒരു ബ്രില്യൻ്റ് ആയ ടെലിവിഷൻ അവതാരകനാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഒരു നടനാണ്, ഒരു ടോട്ടൽ പാക്കേജാണ്. ചിന്തിപ്പിക്കുന്ന തമാശകൾ വളരെ സീരിയസ് ആയി അവതരിപ്പിച്ചാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കൈഡി വാങ്ങിച്ചിരിക്കുന്നത്. നിരവധി ചാനൽ ഷോസ് ആയാലും ഏതൊരു അവാർഡ് ഷോ ആയാലും ഏതൊരു സ്റ്റേജിലായാലും ഇദ്ദേഹം ഇല്ലാതെ ഇറ്റ് ജസ്റ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. ഇശൽ ലേലയിൽ ഇതാ എത്തുന്നു വൺ ഓഫ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. സ്നേഹത്തോടെ ഞാൻ ഇദ്ദേഹത്തെ പിഷു എന്ന് വിളിക്കും. ബട്ട് ലെറ്റ്സ് കോൾ ഹിം ഇൻ ദി നെയിം ഹി ഈസ് നോൺ ആസ് രമേഷ് പിഷാരടി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒപ്പം സദസ്സിന് ഏറ്റവും മുന്നിലിരിക്കുന്ന മലയാളികൾക്ക് പ്രിയപ്പെട്ട ജഗതിച്ചേട്ടൻ, മമ്മുക്ക, ഇന്നസെൻ്റേട്ടൻ, നിവിൻ തുടങ്ങിയ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർ. ഏകദേശം 17 വർഷത്തിലധികമായി എൻ്റെ വീട്ടിൽ ഞാൻ ചോറുണ്ണുന്നത് ഹാസ്യം വിറ്റുകൊണ്ടാണ്. പാട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, ചിത്രരചന പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. പക്ഷേ എവിടെയെങ്കിലും നർമ്മം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുള്ളതായി എൻ്റെ അറിവിലില്ല. പക്ഷേ ഈ 17 വർഷം ഇത് ഉപജീവനമാക്കാൻ എനിക്ക് പ്രേരണയായത്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സ്കൂള് എന്ന് പറയുന്നത് ജഗതിച്ചേട്ടനും ഇന്നസെൻ്റേട്ടനും ഒക്കെ ചെയ്ത സിനിമകൾ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു തമാശയുടെ മർമ്മം എവിടെയാണ് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയത്. ആ ഗുരുക്കന്മാർക്ക് മുന്നിൽ അവർക്ക് മുമ്പേ നർമ്മം തുടങ്ങിയ ഒരു ഓട്ടം തുള്ളലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഇന്നസെൻ്റേട്ടൻ ഒരു പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുത്തപ്പോൾ പറഞ്ഞു, ഏറ്റവും ചിരിച്ച മുഖത്തോടെ ആളുകളെ കാണുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, ചിരിക്ക് മറുപടി ചിരി തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും ചിരിച്ച മുഖത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട
അമ്പിളിച്ചേട്ടന് വേണ്ടി നമുക്ക് ഈ ഓട്ടംതുള്ളൽ സമർപ്പിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ കടന്നു പോകുന്ന ആ മുഹൂർത്തങ്ങൾ നിങ്ങൾക്കും എന്നെ പോലെ ഇഷ്ടപ്പെട്ടതാകുമ്പോൾ കൈയടിച്ചുകൊണ്ട് നമുക്ക് ആ സ്നേഹം നമ്മുടെ അമ്പിളിച്ചേട്ടനെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിനയപുരസ്സരം ആരംഭിക്കുന്നു. എന്നാലിനിയൊരു കഥ ഉര ചെയ്യാം ചിരിയുടെ ഗുരുവരൻ അനുമതിയോടെ. എന്നാലിനിയൊരു കഥ ഉര ചെയ്യാം ചിരിയുടെ ഗുരുവരൻ അനുമതിയോടെ. കേരളം എന്നൊരു ചെറിയൊരു നാട്ടിൽ 1000 എന്നൊരു സംഖ്യയിലധികം. കേരളം എന്നൊരു ചെറിയൊരു നാട്ടിൽ 1000 എന്നൊരു സംഖ്യയിലധികം. സിനിമയിൽ തന്നെ കഴിവുകൾ കാട്ടി ഗിന്നസ് ബുക്കിൽ കയറിയ വീരൻ. സിനിമയിൽ തന്നെ കഴിവുകൾ കാട്ടി ഗിന്നസ് ബുക്കിൽ കയറിയ വീരൻ. ഓർത്തു ചിരിക്കാൻ, ഓർമ്മയിൽ വെക്കാൻ നിരവധി അനവധി വേഷം കെട്ടി 75-ൽ സിനിമയിലെത്തി. പല തലമുറ മാറിയുമെത്തി. 4 പതിറ്റാണ്ടായിട്ടിവിടെ പകരം വയ്ക്കാൻ ആളില്ലുലകിൽ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം സീത വരും കൂടെ. കുളിരുള്ള പൂമുഴയിൽ കുളിക്കാലോ. ജഗതി എന്നൊരു പേരിന് പോലും കയ്യടി കിട്ടും സിൽവർ സ്ക്രീനിൽ. കിലുകില ചിരിയുടെ വന്മല തീർത്തു ഫോട്ടോഗ്രാഫർ നിശ്ചൽ വന്നു. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. അന്നൊരു രാത്രിയിൽ തിന്നാൻ വച്ചൊരു ചപ്പാത്തിക്കായി കടിപിടി കൂടി. അന്നൊരു രാത്രിയിൽ തിന്നാൻ വച്ചൊരു ചപ്പാത്തിക്കായി കടിപിടി കൂടി. എടി മൂദേവി, ഞാൻ പുറകനല്ലടി, ചിമ്പൻസിയാണ് ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും മാന്തം പിച്ച് ചെയ്ത് കീറും. എന്നെ വിടറ. അയ്യോ എനിക്ക് വിശക്കുന്നേ. പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരുന്ന പൊറോട്ടയും ചിക്കനും. അച്ഛനെ നോക്കാൻ അമ്മയെ നോക്കാൻ വന്നു വീട്ടിൽ പുതിയൊരു പെണ്ണ്. അവളെ വളയ്ക്കാൻ ഭാഷ പഠിക്കാൻ ചെയ്തു പലവിധ കോപ്രായങ്ങൾ. അണ്ണൻ, അക്ക, ചക്ക, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. അല്ലല്ലിക്കളി ഇങ്ങനെയല്ല, കള്ളക്കളികൾ പലതും ചെയ്തു. ചെസ്സിൽ തോറ്റു, കബഡി കളിച്ചു, ക്ലബിലെ മത്സരമെല്ലാം തോറ്റു. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. അരശും മൂട്ടിൽ അപ്പുക്കുട്ടൻ, തെങ്ങും മൂട്ടിൽ രാജപ്പനുമായി. അരശും മൂട്ടിൽ അപ്പുക്കുട്ടൻ, തെങ്ങും മൂട്ടിൽ രാജപ്പനുമായി. അഭിനയ കലയുടെ നവരസമൊന്നും പോരാഞ്ഞിട്ട് പുതിയത് ചേർത്തു. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ചാണകമല്ലൻ അളിയൻ ചാകണം, അതിനായി സ്വാമി തേങ്ങയെടുത്തു. പൂജാകർമ്മം ചെയ്യും വേളയിൽ നർമ്മം പൂണ്ടൊരു വാക്കു പറഞ്ഞു. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. തേങ്ങയുടെ ഒരു ശബ്ദം കേട്ടാൽ വെടിവഴിപാടിൻ ശബ്ദം പോലെ. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടിവഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. ഇവിടെ ചില അവതാരകമാർ ഇംഗ്ലീഷിൽ വന്നിങ്ങനെ മൊഴിയും. പട്ടി കടിക്കാൻ ഓടിച്ചിട്ടാൽ മലയാളത്തിൽ തന്നെ കരയും. ജോസഫ്, കുട്ടിക്ക് മലയാളം അറിയാം? സ്റ്റോപ്പ്! എന്ത് കളിയാണോ താനി കളിക്കുന്നത്? തന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ഒരബദ്ധം പറ്റിപ്പോയി സാർ, എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ, പൂരായണ. നാരായണ ജയ നാരായണ ജയ, നാരായണ ജയ നാരായണ ജയ, നാരായണ ജയ നാരായണ ജയ, നാരായണ ജയ നാരായണ ജയ. അഭിമാനിക്കാം, അഹങ്കരിക്കാം, മലയാളിക്ക് നാമമിതോർത്താൽ തിരികെ വരണം, ചിരിയതു തരണം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.